വെൽക്കം ടു സുമീസ് കിച്ചൻ. ഈ ചൂട് കാലത്തും പിന്നെ നോമ്പ് തുറക്കാനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചക്കക്കുരുവാണ്. അപ്പോൾ ചക്കക്കുരുൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ ഉള്ള ഈ ഭാഗം ഞാൻ കളഞ്ഞിട്ടില്ല. അത് നമുക്ക് നല്ലൊരു വിറ്റാമിനൊക്കെ അടങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടില്ല. അതിൻ്റെ പുറമേ ഉള്ളതാണ് ഞാൻ കളഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടല എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്ത കടലയാണ്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഡ്രിങ്കിൽ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചക്കക്കുരു വേവിച്ചത് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഞാൻ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ്. ഇത് ഞാൻ കുറച്ച് അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് അടിക്കാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുപഴം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതിലേക്ക് നല്ല കട്ട പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ബൂസ്റ്റിൻ്റെ 5 പാക്കറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ബാക്കി പാലും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സർവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സർവ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്ലാസ്സിലും പിന്നെ രണ്ടാമത്തെ ഗ്ലാസ്സിലും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന കടല അതിൻ്റെ മുകളിലേക്ക് ആക്കി ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമുക്ക് കടല ഇല്ലെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നട്ട്സുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറുതാക്കി ഒന്ന് കടല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് വേനൽക്കാലത്തും പിന്നെ അതേപോലെ നോമ്പ് കാലത്തും ഒക്കെ കുടിക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കാണ്. ഇതൊരു ഗ്ലാസ് മാത്രം മതി നമ്മുടെ വയറ് നിറയാനായിട്ട്. വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.